നമസ്കാരം. KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് 17-കാരനെ 36-കാരി പീഡിപ്പിച്ചതായി പരാതി. രാജപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം. കാസർഗോഡ് കുമ്പള കൃഷ്ണനഗറിൽ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ് 6 പ്രതികൾ കൂടി കീഴടങ്ങി. വികസനത്തിന്റെ പേരിൽ മഞ്ചേശ്വരം മാട കോളകെ പ്രദേശവാസികളുടെ അടിസ്ഥാനാവകാശങ്ങൾ പോലും നിഷേധിക്കുന്ന അവസ്ഥ. കുടിവെള്ളമില്ലാതെ ഈ പ്രദേശത്തെ കുടുംബങ്ങൾ കഴിഞ്ഞ 4 വർഷമായി ദുരിതമനുഭവിക്കുന്നു. ജീവൻ തുടിക്കുന്ന ദൃശ്യങ്ങൾ ക്യാൻവാസിൽ പകർത്തി ചിത്രരചനയിൽ വിസ്മയം തീർത്ത് 8 വയസ്സുകാരി ഐഷിൻ ഫാത്തിമ കുരിക്കൽ. അതിമനോഹരങ്ങളായ 48ഓളം ചിത്രങ്ങളാണ് ഈ കൊച്ചുമിടുക്കി ഇതിനകം വരച്ചത്. ദേശീയപാത വികസനത്തിന്റെ പേരിൽ മോട്ടോർ മേഖലയിലെ തൊഴിലാളികളെയും പൊതുജനങ്ങളെയും ബുദ്ധിമുട്ടിക്കുന്ന രീതി അധികൃതർ അവസാനിപ്പിക്കണമെന്ന് ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ യൂണിയൻ BMS ജില്ലാ സെക്രട്ടറി KV ബാബു ഉദ്ഘാടനം ചെയ്തു. പ്രവാസികളുടെ ആശങ്കയകറ്റാൻ സർക്കാരുകൾ ഇടപെടണമെന്ന് KNM. കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലം സംയുക്ത സംഘടനാ ശില്പശാല സംഘടിപ്പിച്ചു. മെഡിസെപ്പിന്റെ പേരിലെ പകൽക്കൊള്ള അവസാനിപ്പിക്കണമെന്ന് കേരള NGO അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി AP സുനിൽ. കേരള NGO അസോസിയേഷൻ കാസർഗോഡ് സിവിൽ സ്റ്റേഷൻ ബ്രാഞ്ച് സമ്മേളനം നടന്നു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് 17-കാരനെ 36-കാരി പീഡിപ്പിച്ചതായി പരാതി. രാജപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം. യുവതിക്കെതിരെ പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തു. ഹോസ്ദുർഗ് പോലീസ് രജിസ്റ്റർ ചെയ്ത മറ്റൊരു പോക്സോ കേസിലെ പ്രതിയാണ് 17-കാരൻ. 17-കാരന് യുവതി പീഡിപ്പിച്ചതായി പരാതി. രാജപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന 17-കാരന്റെ പരാതിയിൽ 36-കാരിക്കെതിരെ ഹോസ്ദുർഗ് പോലീസ് പോക്സോ പ്രകാരം കേസെടുത്തു. സംഭവം നടന്നത് രാജപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിലായതിനാൽ കേസ് അങ്ങോട്ടേക്ക് കൈമാറി. ഹോസ്ദുർഗ് പോലീസ് രജിസ്റ്റർ ചെയ്ത മറ്റൊരു പോക്സോ കേസിലെ പ്രതിയാണ് 17-കാരൻ. ഈ കേസിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് നേരത്തെ യുവതി പീഡിപ്പിച്ച വിവരം ആൺകുട്ടി വെളിപ്പെടുത്തിയത്. തുടർന്ന് പോലീസ് കേസെടുക്കുകയായിരുന്നു. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുകയാണെന്ന് രാജപുരം പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് കുമ്പള കൃഷ്ണനഗറിൽ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 6 പ്രതികൾ കൂടി കീഴടങ്ങി. കേസിലെ മറ്റൊരു പ്രതിയായ ബോവിക്കാനം മുതലപ്പാറയിലെ സഫാൻ ചെന്നൈ വിമാനത്താവളത്തിൽ നിന്ന് പിടിയിലായതാണ് കേസിന് നിർണായകമായത്. കുമ്പള കൃഷ്ണനഗറിന് സമീപത്ത് യുവാവിനെ വധിക്കാൻ ശ്രമിച്ച കേസിലെ 6 പ്രതികളാണ് കുമ്പള SIയുടെ മുൻപിൽ ഹാജരായത്. കുമ്പള കുണ്ടങ്കേരിടുക്ക സ്വദേശികളായ മുഹമ്മദ് ഹാഷിം, അബു ജാസിം, റമീസ്, റോഷാൽ ഫിറോസ്, മിൻഹാജ്, ഫസൽ റഹ്മാൻ, മൊഹ്യുദ്ദീൻ നിഹാൽ എന്നിവരാണ് കുമ്പള പോലീസിന് മുന്നിൽ കീഴടങ്ങിയത്. മാർച്ച് 30 രാത്രി 12 മണിയോടെ കുമ്പള ബദിയിടുക്ക റോഡിലെ കൃഷ്ണനഗറിന് സമീപത്തെ ബസ് വെയിറ്റിംഗ് ഷെഡിന് സമീപം കുമ്പള മാട്ടംകുഴിയിലെ അഫ്സാൻ ഫഹദിനെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികളാണ് ഇവർ. കേസിലെ മറ്റൊരു പ്രതിയായ ബോവിക്കാനം മുതലപ്പാറ സ്വദേശി അമീൻ സഫ്വാനെ കഴിഞ്ഞ ദിവസം ചെന്നൈ വിമാനത്താവളത്തിൽ നിന്ന് പോലീസ് പിടികൂടിയിരുന്നു. പോലീസ് നേരത്തെ പുറത്തിറക്കിയ ലുക്കൌട്ട് നോട്ടീസിനെ തുടർന്ന് വിമാനത്താവള അധികൃതർ ഇയാളെ തടഞ്ഞുവെച്ച് വിവരം കുമ്പള പോലീസിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് SI സനീദിന്റെ നേതൃത്വത്തിലുള്ള സംഘം ചെന്നൈയിലെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചൊവ്വാഴ്ച വൈകുന്നേരം കുമ്പളയിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. ഇതിനു പിന്നാലെയാണ് കൂട്ടുപ്രതികളായ 6 പേർ പോലീസിന് മുമ്പിൽ കീഴടങ്ങിയത്. കേസിലെ മറ്റൊരു പ്രതിയായ കുണ്ടങ്കേരിടുക്ക സ്വദേശി മുഹമ്മദ് അനസ് നേരത്തെ അറസ്റ്റിലായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വികസനത്തിന്റെ പേരിൽ മഞ്ചേശ്വരം മാട കോളകെ പ്രദേശവാസികളുടെ അടിസ്ഥാന അവകാശങ്ങൾ പോലും നിഷേധിക്കുന്ന അവസ്ഥയാണുള്ളത്. കഴിഞ്ഞ 4 വർഷമായി കുടിവെള്ളമില്ലാതെ ഈ പ്രദേശത്തെ കുടുംബങ്ങൾ നരകയാതന അനുഭവിക്കുമ്പോഴും അധികൃതരും ജനപ്രതിനിധികളും തികഞ്ഞ അവഗണന തുടരുകയാണ്. മഞ്ചേശ്വരത്തെ ഞങ്ങളുടെ പ്രതിനിധി അബ്ദുൾ റഹ്മാൻ ഉദ്യാവര തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വികസനത്തിന്റെ പേരിൽ ജനങ്ങളുടെ അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിക്കുന്നത് എത്രത്തോളം നീതിയുക്തമാണ്? മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ 23-ാം വാർഡ് പരിധിയിൽപ്പെടുന്ന മാട കൊളക്കെ നിവാസികളുടെ ഇന്നത്തെ അവസ്ഥ ഭരണകൂടത്തിന്റെ നിസ്സംഗതയ്ക്ക് തെളിവാണ്. കഴിഞ്ഞ 4 വർഷമായി കുടിവെള്ളമില്ലാതെ ഈ പ്രദേശത്തെ കുടുംബങ്ങൾ നരകയാതന അനുഭവിക്കുമ്പോഴും അധികൃതരും ജനപ്രതിനിധികളും തികഞ്ഞ അവഗണന തുടരുകയാണ്. തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള 6 വരിപ്പാത നിർമ്മാണം ആരംഭിച്ചപ്പോൾ വലിയ വികസന പ്രതീക്ഷയിലായിരുന്നു നാട്. എന്നാൽ നിർമ്മാണ പ്രവൃത്തികൾക്കിടയിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനുകൾ വിച്ഛേദിക്കപ്പെട്ടതോടെ കുണ്ടുകൊളക്കെ നിവാസികളുടെ ദുരിതം ആരംഭിച്ചു. റോഡ് പണി പൂർത്തിയായി 4 വർഷം കഴിഞ്ഞിട്ടും വിച്ഛേദിച്ച കണക്ഷനുകൾ പുനഃസ്ഥാപിക്കുവാൻ വാട്ടർ അതോറിറ്റിയോ മറ്റ് അധികൃതരോ ഇതുവരെയായും തയ്യാറായിട്ടില്ല.
ജല അതോറിറ്റിയുടെ ഉത്തരവാദിത്വമില്ലായ്മ ഇവിടെ കൊണ്ടും തീരുന്നില്ല. പൈപ്പിലൂടെ ഒരു തുള്ളി വെള്ളം പോലും വരുന്നില്ലെങ്കിലും 2 മാസം കൂടുമ്പോൾ കൃത്യമായി വാട്ടർ ബില്ല് വീട്ടുപടിക്കൽ എത്തുന്നുണ്ട്. ഉപയോഗിക്കാത്ത വെള്ളത്തിന് ബില്ലടക്കാത്തവർക്ക് ഇപ്പോൾ ജപ്തി നോട്ടീസ് അയച്ചുകൊണ്ട് ജനങ്ങളുടെ ദുരിതത്തെ പരിഹസിക്കുകയാണ് അധികൃതർ ചെയ്യുന്നത്. കുടിക്കാൻ വെള്ളം ചോദിക്കുമ്പോൾ ജപ്തി ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന വകുപ്പിന്റെ ധിക്കാരം ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്ന് നാട്ടുകാർ പറയുന്നു. വേനൽ കടുത്തതോടെ പ്രദേശവാസികൾ കടുത്ത കുടിവെള്ളക്ഷാമത്തിലാണ്. ദൂരെയുള്ള കിണറുകളിൽ നിന്ന് വെള്ളം ചുമന്നുകൊണ്ടുവരികയാണ് പ്രദേശവാസികൾ ചെയ്യുന്നത്. എന്നാൽ കൊടും ചൂടിൽ കിണറുകളും വറ്റി വരണ്ടതോടെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ളവർ. തിരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് ചോദിച്ചു വരുന്ന ജനപ്രതിനിധികൾ തങ്ങളുടെ ഈ അടിസ്ഥാന പ്രശ്നം കാണാതെ പോകുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. ക്ഷമയുടെ നെല്ലിപ്പടി തങ്ങൾ കണ്ടു കഴിഞ്ഞുവെന്നും ഫയലുകളിലെ വികസനത്തിനപ്പുറം മണ്ണിലെ യാഥാർത്ഥ്യം മനസ്സിലാക്കി എത്രയും വേഗം ശുദ്ധജല കണക്ഷൻ പുനഃസ്ഥാപിക്കുവാൻ അധികൃതർ തയ്യാറാകണമെന്ന് മാട കൊളക്കെ നിവാസികൾ ആവശ്യപ്പെടുന്നു. ഇല്ലെങ്കിൽ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുവാനാണ് നാട്ടുകാരുടെ തീരുമാനം. ഇത് ഇവിടെ മഞ്ചേശ്വര ഗ്രാമപഞ്ചായത്ത് ഉദ്യാവര കൊളക്ക റഫ കൺവെൻഷൻ ഹാളിൻ്റെ അടുത്തുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് 4 വർഷമായി ഇവിടെ ഹൈവേ പണിയാകുമ്പോൾ പഞ്ചായത്തിൻ്റെ വെള്ളം കണക്ഷൻ കട്ടാക്കിന്. ഇതുവരെ വെള്ളം കിട്ടിയിട്ടില്ല. അയ്യോ നമുക്ക് സമയം കണക്ഷനും തന്നില്ല. വെള്ളത്തിൻ്റെ ബില്ല് വന്നുകൊണ്ടുണ്ടായി. അപ്പോൾ ബില്ല് മീറ്റർ റീഡിങ്കാർ പറഞ്ഞ് വെള്ളം ഇല്ലാതുകൊണ്ട് ഞാൻ ബില്ല് കെട്ടുന്നത് വേണ്ടാന്ന്. അപ്പോൾ ബില്ല് വന്നുകൊണ്ടുണ്ട്. അതിന് അതിൽ നിങ്ങളെ മീറ്റർ ഫോൾട്ട് ഉണ്ട്. മീറ്റർ ശരിയാക്കിയില്ലെങ്കിൽ മീറ്റർ എടുത്തുകൊണ്ട് പോകും. പിന്നെ അതിൻ്റെ ഈ പൈസ എല്ലാം കെട്ടാതുകൊണ്ട് ജപ്തി നോട്ടീസ് വന്നു. അങ്ങനെ പിന്നെ വില്ലേജ് ഓഫീസിലെല്ലാം പോയി. വില്ലേജ് ഓഫീസിൽ പോയിട്ട് അവർ പറഞ്ഞ് നോക്കാം കുറച്ച് ദിവസം. അപ്പോൾ എല്ലാവർക്കും ലെറ്റർ വരും. അപ്പോൾ ഒന്നിച്ചെന്തെങ്കിലും ആക്കാമെന്ന് അവർ പറഞ്ഞ്. അപ്പോൾ അതിനുശേഷം വെള്ളമില്ല. ഇപ്പോൾ മീറ്റർ റീഡിങ്ങിനും വരുന്നില്ല. 4-5 മാസം കൂടുതലായി മീറ്റർ റീഡിങ്. ഇവിടെ വെള്ളത്തിന് ഭയങ്കര ക്ഷാമമുണ്ട്. എൻ്റെ പേര് രാജ്മോഹനാണ്. ഞാൻ ഈ മഞ്ചേശ്വര ഗ്രാമപഞ്ചായത്തിൻ്റെ 23 വാർഡ് ഉദ്യാവരം എന്ന് പറയുന്ന സ്ഥലത്തിൽ ഉള്ളതാണ്. നമുക്കിവിടെ കുടിവെള്ളം ഇല്ലാതെ നാഷണൽ ഹൈവേ സ്റ്റാർട്ടായതിന് ശേഷം ഇതുവരെ കുടിവെള്ളം വന്നിട്ടില്ല. 5 വർഷം കഴിഞ്ഞു. അപ്പോൾ ഇവിടെ കുടിവെള്ളത്തിൻ്റെ വലിയ പ്രശ്നമാണ്. നിങ്ങൾ അതോറിറ്റി വാട്ടർ അതോറിറ്റിക്കാർ വന്നിട്ട് നമ്മൾ ഡിസ്കണക്ട് ആക്കും. നിങ്ങൾ കാശ് കെട്ടണോ, ഇല്ലെങ്കിൽ നിങ്ങളെ പുര ജപ്തിയാക്കും, അതാക്കും ഇതാക്കും നമ്മൾ ശല്യം ചെയ്തുകൊണ്ടുണ്ട്. അതിനെക്കൊണ്ട് ആദ്യത്തെ പെട്ടെന്ന് നമ്മൾ വെള്ളത്തിനൊന്ന് കുടിവെള്ളം ഇല്ലാത്തതിനോണ്ട് പെട്ടെന്ന് വന്നിട്ട് ആ കുടിവെള്ളത്തിൻ്റെ ഒരു ഏർപ്പാടാക്കി തരണമെന്ന് അപേക്ഷ. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ജീവൻ തുടിക്കുന്ന ദൃശ്യങ്ങൾ ക്യാൻവാസിൽ പകർത്തി ചിത്രരചനയിൽ വിസ്മയം തീർക്കുകയാണ് ചെമ്മനാട് കടവത്തെ 8 വയസ്സുകാരിയായ ഐഷിൻ ഫാത്തിമ കുരിക്കൾ. അതിമനോഹരങ്ങളായ 48ഓളം ചിത്രങ്ങളാണ് ഈ കൊച്ചുമിടുക്കി ഇതിനകം വരച്ചത്. ചിത്രപ്രദർശനങ്ങൾ ഉൾപ്പെടെ നടത്തി മികവ് തെളിയിച്ച ഐഷിൻ ചിത്രകലാരംഗത്ത് കാസർഗോഡിന്റെ അഭിമാനമായി മാറുകയാണ്. ഉപ്പ ഷുക്കൂർ കുരിക്കളുടെ ചിത്രം വരച്ചായിരുന്നു കുഞ്ഞ് ഐഷിൻ്റെ ചിത്രകലാരംഗത്തേക്കുള്ള പ്രവേശനം. ചിത്രം കൊള്ളാമെന്ന് തോന്നിയപ്പോൾ ഐഷിനെ ഉപ്പ നേരെ ചിത്രകലാ ക്ലാസ്സിലേക്ക് അയക്കുകയായിരുന്നു. അധ്യാപകനായ വിനോദ് കുമാർ അമ്പലത്തറ ഈ കൊച്ചുമിടുക്കിയുടെ കഴിവിനെ രാഗിയെടുത്തതോടെ ഐഷിൻ്റെ ക്യാൻവാസുകളിൽ വിരിഞ്ഞത് ജീവൻ തുടിക്കുന്ന നിറങ്ങളുടെ വിസ്മയ ലോകം തന്നെയായിരുന്നു. തെയ്യം, പൂക്കൾ, പച്ചപ്പ്, മറ്റ് മനോഹര ദൃശ്യങ്ങൾ തുടങ്ങി എല്ലാ കാഴ്ചകളും നിറമുള്ള ചിത്രങ്ങളായി ഐഷിൻ്റെ വർണ്ണ ലോകങ്ങളിൽ നിറഞ്ഞു. ജലച്ചായം ഉപയോഗിച്ച് വരയ്ക്കുന്ന ഓരോ ചിത്രങ്ങളും അതിമനോഹരവും ഒപ്പം വിസ്മയം നിറഞ്ഞതുമാണ്. ഇത്തരത്തിൽ 48ഓളം വ്യത്യസ്ത ചിത്രങ്ങളാണ് ഐഷിൻ ഇതിനകം വരച്ചത്. കാഞ്ഞങ്ങാട് ആർട്ട് ഗ്യാലറിയിൽ കുട്ടികൾക്കായി സംഘടിപ്പിച്ച ചിത്ര പ്രദർശനത്തിൽ ഐഷിൻ്റെ ചിത്രങ്ങൾക്ക് അഭിനന്ദന പ്രവാഹം തന്നെയുണ്ടായി.
ശിശുക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ എറണാകുളത്ത് സംഘടിപ്പിച്ച ക്ലിന്റ് സ്മാരക സംസ്ഥാനതല ബാലചിത്ര രചനാ മത്സരത്തിലും ഈ കൊച്ചു ചിത്രകാരി പങ്കെടുത്തിട്ടുണ്ട്. കൂടാതെ തന്റെ വിദ്യാലയമായ GUPS ചെമ്മനാട് വെസ്റ്റിലും ഐഷിൻ ചിത്ര പ്രദർശനം നടത്തിയിട്ടുണ്ട്. എൻ്റെ പേര് ഐഷിൻ ഫാത്തിമ ഗരിക്കൽ. GUPS ചെമ്മനാട് വെസ്റ്റിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ ജലച്ചായം ഉപയോഗിച്ചിട്ടാണ് ചിത്രം വരക്കാറ്. പിന്നെ ഞാൻ വരച്ച ചിത്രങ്ങളൊക്കെ ഫ്രെയിമാക്കിയിട്ടുണ്ട്. 48ഓളം ചിത്രങ്ങളാണ് ഞാൻ വരച്ചിട്ടുള്ളത്. പിന്നെ കഥകളി, തെയ്യം, പക്ഷികൾ, മൃഗങ്ങൾ, വീടുകൾ, സീനറി, ഫ്രൂട്ട്സ് ഒക്കെ ഞാൻ വരച്ചിട്ടുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഉപ്പ ഷുക്കൂർ ഗുരിക്കൽ, ഉമ്മ സമീറ ബാനു, ഉപ്പമ്മ ജമീല, പിന്നെ ബ്രദേഴ്സ് ഐന്, അലീന്, പിന്നെ എൻ്റെ മൂത്ത ഷെരീഫ് ഗുരിക്കൾ, പിന്നെ സ്കൂളിലെ ടീച്ചർമാർ, മാഷന്മാരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ ഡ്രോയിങ് മാഷായ വിനോദ് കുമാർ അമ്പലത്തറ മാഷ്. ഞാൻ സ്കൂളിൽ ചിത്രരചന മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ എറണാകുളത്ത് നടന്ന ക്ലിന്റ് സ്മാരക ചിത്രരചനയ്ക്ക് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. കാനങ്ങാട് ആർട്ട് ഗാലറിയിൽ എൻ്റെ ചിത്രം വെച്ചിട്ടുണ്ട്. അത് നല്ല രസമുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അതുകൂടാതെ സ്കൂളിലും ചിത്ര പ്രദർശനം നടത്തിയിട്ടുണ്ട്. എനിക്ക് ഭാവിയിൽ അറിയപ്പെടുന്ന വലിയൊരു ചിത്രകാരി ആവാനാണ് ആഗ്രഹം. ചിത്രം വരയ്ക്കുവാനുള്ള ഐഷിന്റെ സർഗാത്മകത കണ്ടെത്തിയതു മുതൽ ഇന്ന് വരെ ഏറ്റവും മികച്ച പിന്തുണയാണ് പിതാവ് ഷുക്കൂർ കുരിക്കളും മാതാവ് സമീറയും നൽകുന്നത്. ഐഷിൻ വരയ്ക്കുന്ന ചിത്രങ്ങളെല്ലാം പിതാവ് അപ്പോൾ തന്നെ ഫ്രെയിം ചെയ്ത് മകളുടെ കഴിവിന് പ്രോത്സാഹനം നൽകുന്നു. ചിത്രകലയിൽ കുട്ടികൾക്ക് താല്പര്യമുണ്ടെന്നറിഞ്ഞാൽ ശാസ്ത്രീയമായ പരിശീലനം നൽകണമെന്നും എന്നാൽ മാത്രമേ മത്സരങ്ങളിൽ ഉൾപ്പെടെ അവർക്ക് മികവ് തെളിയിക്കുവാൻ സാധിക്കുകയുള്ളൂവെന്നും ഷുക്കൂർ കുരിക്കൾ പറഞ്ഞു. ഐഷിനെ ഒരു ദിവസം ഉപ്പാനെ വരക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു ചിത്രം വരച്ചിട്ടാകുമ്പോൾ എൻ്റെ നെറ്റി ഭാഗങ്ങളെല്ലാം ഏകദേശം അങ്ങനെ ഉണ്ട്. അങ്ങനെ ഇവൾക്കൊരു കഴിവുണ്ടെന്ന് തോന്നി. അങ്ങനെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന്, ഒരു ചിത്രകാരനുണ്ട് സച്ചിന്ദ്രൻ കാറെടുക്ക, മൂപ്പരെ വിളിച്ച് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞ്. അപ്പോൾ അയാൾ പറഞ്ഞ് വിനോദ് അമ്പലത്തറ എന്ന് പറഞ്ഞിട്ട് ഒരു മാഷുണ്ട് ഉദുമയിൽ, അവരുടെ അടുത്ത് പോയിട്ട് ക്ലാസ് തുടങ്ങിക്കോ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചേർത്ത്. അയാൾക്ക് ഭയങ്കര ഇവളേലൊരു സംഭവമുണ്ട്, അയാൾ തന്നെ പറഞ്ഞ് നല്ല കഴിവുണ്ട് എന്ന് പറഞ്ഞ്. പിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്ത്, സ്കൂളിൽ നിന്നുണ്ട് സപ്പോർട്ട്, വീടിൽ നിന്നുണ്ട് സപ്പോർട്ട്. പിന്നെ അങ്ങോട്ട് പോയി. അങ്ങനെ മത്സരത്തിനെല്ലാം പോയി, സമ്മാനം കിട്ടി. അങ്ങനെ മുമ്പിലോട്ട് പോയി. കുറച്ച് ചിത്ര മത്സരത്തിന് പോയി. സമ്മാനം കിട്ടിയത് മത്സരമുണ്ട്, കിട്ടാത്ത മത്സരമുണ്ട്. അതൊന്നും പിന്നെ അവൾക്ക് കിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഓരോ ചിത്രം വരക്കുമ്പോൾ ഞങ്ങൾ അതിന് ഫ്രെയിം ഇട്ടിട്ട് അതിനോൾക്ക് നല്ല ഇൻട്രസ്റ്റ് വരുന്ന രീതിയിൽ ഫ്രെയിം ഇട്ട് വീട്ടിൽ വെക്കും. വീട്ടിൽ ആൾക്കാർ വരുമ്പോൾ കാണും, അവൾക്ക് സന്തോഷമാവും. അതുപോലെ ടീച്ചേഴ്സിനെ കാണിക്കും. പിന്നെ എല്ലാം കുടുംബക്കാരൊക്കെ നല്ല പിന്തുണയാണ്, പൂർണ്ണ പിന്തുണയോടെ. അത് ഈ മത്സരത്തിന് പോകുമ്പോൾ ചില കുട്ടികൾ നല്ല വരക്കുന്ന കുട്ടികൾ കാണും, പക്ഷേ പിന്നെ ഈ ക്ലാസ്സിന് പോകുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ അവരോട് പറയും ക്ലാസ്സിന് അയക്കണം, പിന്നെ ഇന്ന സ്ഥലത്തൊക്കെ ക്ലാസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഉദുമയിൽ ഇവൾ പോകുന്നുണ്ട്, നിങ്ങൾക്ക് അടുത്ത് കാസർഗോഡ് തന്നെ ഉണ്ട്, ഇങ്ങനെ പറയും. ഉദുമയിൽ പോകുന്നെങ്കിൽ ഉദുമയിൽ പോവാം. അത് ക്ലാസ്സിന് പോയെങ്കിലേ അത് പൂർണ്ണമാവും എന്ന് പറയും അവരോടെല്ലാം. പുഴയുടെ മനോഹരമായ ദൃശ്യങ്ങൾ ഭംഗിയേകുന്ന ചെമ്മനാട് കടവത്തിൻ്റെ കാഴ്ചകളുടെ സ്വാധീനവും വീട്ടുകാരുടെയും അധ്യാപകരുടെയുമെല്ലാം പിന്തുണയുമാണ് ഐഷിനെ ഇന്ന് കാസർഗോഡ് അറിയുന്ന ചിത്രകാരിയാക്കി മാറ്റിയത്. ചിത്രകലാരംഗത്ത് കാസർഗോഡ് നിരവധി പ്രതിഭകളുണ്ടെങ്കിലും വെറും 4ാം ക്ലാസ്സുകാരിയായ ഐഷിൻ ക്യാൻവാസിൽ തീർക്കുന്ന അത്ഭുതം ശ്രദ്ധേയമാണ്. കാസർഗോഡിൻ്റെ ചിത്രകലാരംഗത്തെ ഭാവി വാഗ്ദാനമാണ് ഈ കൊച്ചുമിടുക്കിയെന്ന് നിസ്സംശയം പറയാം. ക്യാൻവാസിൽ അത്ഭുതം തീർക്കുകയാണ് ഐഷിൻ ഫാത്തിമ കുരിക്കൾ എന്ന ഈ കൊച്ചുമിടുക്കി. ഐഷിൻ്റെ കരവിരുതിൽ വിരിയുന്ന ഓരോ ചിത്രങ്ങളും അതിമനോഹരവും ഒപ്പം വിസ്മയം നിറഞ്ഞതുമാണ്. ഈ കുഞ്ഞു ഭാവനയിൽ നിന്നും വിരിയുന്ന വർണ്ണങ്ങൾ കാസർഗോഡിൻ്റെ ചിത്രകലാ പ്രതീക്ഷകൾക്ക് പുതിയ നിറമാണ് നൽകുന്നത്. ക്യാമറമാൻ ഗണേഷ് പൈക്കിയോടൊപ്പം ബൈജു രാവൺ, KCN ന്യൂസ്, കാസർഗോഡ്. ദേശീയപാത വികസനത്തിന്റെ പേരിൽ മോട്ടോർ മേഖലയിലെ തൊഴിലാളികളെയും പൊതുജനങ്ങളെയും ബുദ്ധിമുട്ടിക്കുന്ന രീതി അധികൃതർ അവസാനിപ്പിക്കണമെന്ന്
ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ യൂണിയൻ BMS ജില്ലാ വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. കാസർഗോഡ് ടൗൺ ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം BMS ജില്ലാ സെക്രട്ടറി KV ബാബു ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത വികസനത്തിന്റെ പേരിൽ മോട്ടോർ മേഖലയിലെ തൊഴിലാളികളെയും പൊതുജനങ്ങളെയും ബുദ്ധിമുട്ടിക്കുന്ന രീതി അധികൃതർ അവസാനിപ്പിക്കണമെന്ന് ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ യൂണിയൻ BMS ജില്ലാ വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. BMS ജില്ലാ സെക്രട്ടറി KV ബാബു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒരു തൊഴിലാളിക്ക് മാത്രമേ തൊഴിലാളിയുടെ വേർപ്പിന്റെ അല്ലെങ്കിൽ അവന്റെ വേദനയെ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള കാര്യകർത്താക്കന്മാരായിട്ട് നമ്മുടെ പ്രവർത്തകന്മാർ മാറണം. അതിന് ത്യാഗം സഹിക്കണം. അതിന് കുറെ നിസ്വാർത്ഥത വേണം. ത്യാഗമോഹികൾക്ക് ഇതിൽ നിൽക്കാൻ സാധിക്കില്ല. എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുമ്പോഴേ എന്തെങ്കിലുമൊക്കെ നേടാൻ സാധിക്കും. ആ മനോഭാവത്തിലുള്ള പ്രവർത്തകന്മാരായി മാറാൻ വേണ്ടിയാണ് ടാക്സി പോലുള്ള മേഖലകളിൽ നമ്മുടെ ദേശീയത രാഷ്ട്രവിരുദ്ധ ശക്തികൾ ചില കേന്ദ്രങ്ങളിൽ ഈ മേഖലയിൽ പിടിമുറുക്കുമ്പോൾ അതിനെ കണ്ടില്ലെന്ന് നടിക്കുന്ന പ്രവർത്തകന്മാരായി ഈ മേഖലയിലെ പ്രവർത്തകന്മാർ മാറാൻ പാടില്ല എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സുനിൽ വാഴക്കോട് അധ്യക്ഷത വഹിച്ചു. BMS ജില്ലാ ഉപാധ്യക്ഷൻ അനിൽ B നായർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഹരീഷ് കുതിരപ്പാടി എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി രാജേഷ് പൊള്ളക്കട വാർഷിക റിപ്പോർട്ടും ജില്ലാ ട്രഷറർ രാജീവൻ മാവുങ്കാൽ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. തുടർന്ന് സംഘടനാ ചർച്ച നടന്നു. BMS ജില്ലാ ഉപാധ്യക്ഷ ഗീത ബാലകൃഷ്ണൻ ഭാരവാഹി പ്രഖ്യാപനം നടത്തി. പുതിയ ഭാരവാഹികളായി സുനിൽ വാഴക്കോടിനെ പ്രസിഡന്റായും ചന്ദ്രൻ കോട്ടപ്പാറ, അശോകൻ കരുവാച്ചേരി എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും രാജേഷ് പൊള്ളക്കടയെ ജനറൽ സെക്രട്ടറിയായും വിജേഷ് നീലേശ്വരം, പ്രമോദ് കാസർഗോഡ് എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും രാജീവൻ മാവുങ്കാലിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി ദിനേശ് ബംബ്രാണ സമാരോപ പ്രഭാഷണം നടത്തി. യൂണിയൻ ജനറൽ സെക്രട്ടറി രാജേഷ് പൊള്ളക്കട സ്വാഗതവും രാജീവൻ മാവുങ്കാൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രവാസികളുടെ ആശങ്കയകറ്റാൻ സർക്കാരുകൾ ഇടപെടണമെന്ന് KNM കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലം സംയുക്ത സംഘടനാ ശില്പശാല ആവശ്യപ്പെട്ടു. KNM ജില്ലാ സെക്രട്ടറി സൈനുദ്ദീൻ AP ശില്പശാല ഉദ്ഘാടനം ചെയ്തു. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യങ്ങൾ സങ്കീർണമായി തന്നെ മുന്നോട്ടു പോകുന്ന പശ്ചാത്തലത്തിൽ പ്രവാസികളുടെ ആശങ്കകളകറ്റാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ നിരന്തരമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് KNM മണ്ഡലം സംഘടനാ ശില്പശാല ആവശ്യപ്പെട്ടു. കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രത നിലനിർത്തുന്നതിലും വളർത്തുന്നതിലും പ്രവാസികൾ വഹിക്കുന്ന പങ്ക് വിവരണാതീതമാണെന്നും നിലവിലെ ഏത് സാഹചര്യങ്ങൾ അതിജീവിക്കുന്നതിനും പ്രവാസികളോടൊപ്പം രാജ്യം മുഴുവനും ഉണ്ടാകും എന്ന ധൈര്യവും ആത്മവിശ്വാസവുമാണ് അവർക്ക് പകർന്നു നൽകേണ്ടതെന്നും ശില്പശാല അഭിപ്രായപ്പെട്ടു. കാസർഗോഡ് RK മാൾ കൺവെൻഷൻ ഹാളിൽ സംഘടിപ്പിച്ച ശില്പശാല KNM ജില്ലാ സെക്രട്ടറി സൈനുദ്ദീൻ AP ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ ആദർശം ഉൾക്കൊള്ളുന്ന നമ്മുടെ ആൾക്കാർ, നമ്മുടെ പ്രസ്ഥാനക്കാർ അവർ വരികയും നമ്മൾ ഇനിയും വളരെ നന്നായി തീരുവാനുള്ള ശ്രമങ്ങളിലേക്ക് മുന്നോട്ടിറങ്ങുകയാണ്. അപ്പോൾ അത് നമുക്ക് ഒന്നും കൂടി ആർജവമായി അതിനെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് നിങ്ങൾ എല്ലാവരുടെയും പിന്തുണ കേരളം ജില്ലാ കമ്മിറ്റി നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ഈ കാലഘട്ടങ്ങളിൽ ഈ ജില്ലാ കമ്മിറ്റി വന്നതിന് ശേഷം നിങ്ങളുടെ എല്ലാവരുടെ യൂണിറ്റുകളിലും ഏകദേശം 98% യൂണിറ്റുകളിലും സന്ദർശനം നടത്തിയ ഒരു ജില്ലാ കമ്മിറ്റിയാണ് നമ്മളത്. അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അവരെ സജ്ജമാക്കാൻ, ശാക്തീകരിക്കാൻ കേരളം ജില്ലാ കമ്മിറ്റി ഉത്തരവാദിത്ത ബോധത്തോടുകൂടി തന്നെ പ്രവർത്തിച്ചു. അല്ലെങ്കിൽ അതിനൊക്കെ ഒരു ഇതായിരിക്കാം ഇതൊക്കെ കാണുന്ന നമ്മുടെ ഈ പിന്തുണ. അതുപോലെ തന്നെ നമ്മൾക്ക് ഇനിയും അങ്ങോട്ടുള്ള പ്രയാണത്തിന് നമുക്ക് ഒരുപാട് പരിപാടികൾ ഉണ്ട്. അത് ബഹുമാനപ്പെട്ട ജില്ലാ പ്രസിഡന്റ് നിങ്ങളുടെ മുമ്പിൽ പ്രഖ്യാപിക്കും. അതിൽ നിന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജില്ലാ എക്സിക്യൂട്ടീവില് അത് ഇത് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത്. അത് എല്ലാവരും തുടർന്നുള്ള കാലങ്ങളിൽ അത് ഏറ്റെടുക്കണം. നമുക്ക് പിന്നെ അതിനു മുമ്പ് എനിക്ക് പറയാനൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഒരു അറബിക് കോളേജ് നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന ജില്ലാ കമ്മിറ്റിയാണ്. അറബിക് കോളേജ് മീൻസ് അറബിക് വിത്ത് നമ്മുടെ മറ്റ് ഭൗതികമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കോഴ്സും ഒരു കോളേജുകളും നമുക്കതിന് ഭംഗിയ ബിൽഡിങ്ങും സ്ഥലങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ സമൂഹം
അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന്. അതിന് നിങ്ങൾ എല്ലാവരും പങ്കാളികളാണ്. എല്ലാവരും ഓരോ ആൾക്കാർക്കും ഇങ്ങനെ സ്ഥാപനങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരുടെ ആത്മാർത്ഥമായ പിന്തുണയോടുകൂടി അത് വളർന്നു വരാനുള്ള ശ്രമങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി തരണം. മഞ്ചേശ്വരം മണ്ഡലം പ്രസിഡന്റ് മൊയ്തീൻ ബാവ അധ്യക്ഷത വഹിച്ചു. പ്രമുഖ വാഗ്മിയും പണ്ഡിതനുമായ ഷെരീഫ് മേലേതിൽ മുഖ്യപ്രഭാഷണം നടത്തി. കാസർഗോഡ് മണ്ഡലം സെക്രട്ടറി ബഷീർ കൊല്ലമ്പാടി സ്വാഗതം പറഞ്ഞു. ഡോക്ടർ കെ.പി. അഹമ്മദ്, അബ്ദുർ റഹ്മാൻ അരിമല, അബ്ദുൽ ജലീൽ AK, അലി A. ഖാദർ, സത്താർ മീരാൻ, മുഹമ്മദ് അലി റെഡ്വുഡ്, ഹാരിസ് ചേരൂർ, നബീൽ സ്വലാഹി, അലി സലഫി, ഇബ്രാഹിം കാലിക്കറ്റ്, മുനീർ, ഹാഷിം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മെഡിസെപ്പിന്റെ പേരിലെ പകൽക്കൊള്ള അവസാനിപ്പിക്കണമെന്ന് കേരള NGO അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി AP സുനിൽ. കേരള NGO അസോസിയേഷൻ കാസർഗോഡ് സിവിൽ സ്റ്റേഷൻ ബ്രാഞ്ച് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായി ഏർപ്പെടുത്തിയിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പ് ഇന്ന് ജീവനക്കാർക്കാകെ ബാധ്യതയായി മാറിയെന്നും മെഡിസിന്റെ പേരിൽ നടക്കുന്നത് പകൽക്കൊള്ളയാണെന്നും കേരള NGO അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി AP സുനിൽ പറഞ്ഞു. ഇൻഷുറൻസ് കവറേജ് വർദ്ധിപ്പിക്കുന്നതിനായി നിലവിലുണ്ടായിരുന്ന പ്രീമിയം തുക 500 രൂപയിൽ നിന്ന് 687 രൂപയായി വർദ്ധിപ്പിച്ചെങ്കിലും വർധനവിന്റെ ഗുണഫലങ്ങൾ ജീവനക്കാർക്ക് ലഭിക്കുന്നില്ല എന്ന വസ്തുത തെളിവ് സഹിതം പുറത്തുവന്നിരിക്കുന്നെന്നും പദ്ധതിയുടെ നടത്തിപ്പുകാരായ ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി എന്ന പൊതുമേഖലാ സ്ഥാപനം നടത്തിപ്പ് ചുമതല സ്വകാര്യ കമ്പനികൾക്ക് മറിച്ചു നൽകിയത് സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജീവനക്കാരന് കിട്ടിക്കൊണ്ടിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഒരെണ്ണം പോലും ബാക്കിയില്ല. മാസത്തിൽ ലഭിക്കുന്ന നമ്മുടെ ശമ്പളം ഒഴികെ എല്ലാം നിഷേധിച്ച ഒരു സർക്കാരാണ് നമ്മൾ മുമ്പിൽ. കോവിഡ് കാലത്തിൽ തുടങ്ങിയ കൊള്ളയാണ്. കോവിഡ് വന്നപ്പോൾ സംസ്ഥാനം ഭരിച്ച സർക്കാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എല്ലാവർക്കും കിറ്റ് കൊടുത്തു. 65,000 രൂപ ശമ്പളം വാങ്ങിക്കുന്ന ശശിക്കും കൊടുത്തു കിറ്റ്. അപ്പൊ ശശി തന്നെ ആലോചിച്ചു, എനിക്കെന്തിനാണ് കിറ്റ് തരുന്നത്, എനിക്ക് ശമ്പളമില്ലേ. സർക്കാർ പറഞ്ഞു, നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് ഒരുപോലാണ്. പട്ടിണിക്കാരനും കൂലിപ്പണിക്കാരനും തോട്ടിപ്പണിക്കാരനും ഡ്രൈവറായാലും കണ്ടക്ടറായാലും കർഷകനായാലും കർഷക തൊഴിലാളിയായാലും വ്യവസായിയായാലും മുതലാളിയായാലും ഗൾഫുകാരനായാലും സർക്കാർ ജീവനക്കാരനായാലും ഡോക്ടറായാലും എഞ്ചിനീയറായാലും എല്ലാവരും ഞങ്ങൾക്ക് ഒരുപോലെയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഞങ്ങൾ കിറ്റ് കൊടുത്തു. ബ്രാഞ്ച് പ്രസിഡന്റ് രഘു ഇരിയണി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ജോയി ഫ്രാൻസിസ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KC സുജിത് കുമാർ, സുരേഷ് പെരിയങ്ങാനം, ലോകേഷ് MB ആചാർ, വത്സല കൃഷ്ണൻ, MT പ്രസീത, VM രാജേഷ്, ജയരാജ് പെരിയ, ഗിരിജ മാപ്പിടിച്ചേരി എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം കേരള NGO അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് AT ശശി ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് വൈസ് പ്രസിഡന്റ് ശിവകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഗിരീഷ് ആനപ്പെട്ടി, ജില്ലാ വനിതാ ഫോറം കൺവീനർ ബിന്ദു പ്രദീപ്, നവനീത് കൃഷ്ണൻ, സുനോജ് മാത്യു എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന സംഘടനാ ചർച്ച ജില്ലാ സെക്രട്ടറി VTP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. വനിതാ ഫോറം കൺവീനർ സഫീന PA അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൗൺസിൽ അംഗം ബ്രിജേഷ് പൈനി, VK ബാലകൃഷ്ണൻ, കുശലൻ കുറുന്തൂർ, പ്രതീഷ് ബാബു എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി രഘു ഇരിയണിയെ പ്രസിഡന്റായും ജയരാജ് പെരിയയെ സെക്രട്ടറിയായും ഗിരിജ മാപ്പിടിച്ചേരിയെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സ്റ്റാർട്ടപ്പ് തുടങ്ങി 1 വർഷം പിന്നിടുമ്പോൾ ബിസിനസ് കേരളയുടെ ഹെൽത്തി ടേസ്റ്റ് എക്സലൻസ് അവാർഡ് സ്വന്തമാക്കി പഠന കേന്ദ്രമാക്കി 4 യുവ സംരംഭ കൂട്ടായ്മ. 18 വ്യത്യസ്ത രുചികളിലുള്ള ഫെലോക്ക് പീനട്ട് ബട്ടർ പുറത്തിറക്കിയ യുവ സംരംഭ കൂട്ടായ്മയ്ക്കാണ് അംഗീകാരം ലഭിച്ചത്. കേരളത്തിലെ 700-ൽ പരം സംരംഭക കൂട്ടായ്മകളിൽ നിന്നുമാണ് ഹെൽത്തി ടേസ്റ്റ് എക്സലൻസ് അവാർഡ് 4 യുവ സംരംഭക കൂട്ടായ്മ സ്വന്തമാക്കിയത്. കഴിഞ്ഞ ദിവസം കൊച്ചി ലുലു ട്വിൻ ടവറിൽ നടന്ന ചടങ്ങിൽ റിട്ടയർഡ് അഡീഷണൽ ചീഫ് സെക്രട്ടറി MP ജോസഫിൽ നിന്നുമാണ് 4 പേരും ചേർന്ന് അവാർഡ് ഏറ്റുവാങ്ങിയത്. നേരിട്ടുമല്ലാതെയും 50-ൽ പരം പേർക്ക് തൊഴിൽ നൽകുവാൻ കഴിയുന്നുവെന്നതിൽ അഭിമാനിക്കുന്നതായി യുവ സംരംഭകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വ്യത്യസ്ത മേഖലയിലുള്ളവർ ഒത്തുചേർന്നാണ് ഈ സംരംഭത്തിന് തുടക്കമിട്ടത് എന്നത് പ്രത്യേകതയാണ്.
സോഫ്റ്റ്വെയർ എഞ്ചിനീയർ മെട്ടമൽ സ്വദേശി മുഹമ്മദ് ഷമീർ, ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയായ പടന്ന അഴീക്കൽ സ്വദേശിനി NC ജുമൈല, ഗൾഫിൽ റെസ്റ്റോറന്റ്, ലോജിസ്റ്റിക്സ് മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്ന ഉടുമ്പുംതലയിലെ ഷാബിർ റഷീദ്, അന്താരാഷ്ട്ര തലത്തിൽ ബിസിനസ് മാനേജ്മെന്റിൽ പരിശീലനം പൂർത്തിയാക്കിയ ചന്തേരയിലെ മുഹമ്മദ് ഷബീർ തുടങ്ങിയ 4 പേർ ചേർന്നാണ് 1 വർഷം മുൻപ് സംരംഭത്തിന് തുടക്കമിട്ടത്. 1 വർഷം പൂർത്തിയാവുമ്പോഴേക്കും സംസ്ഥാനതല അംഗീകാരം തേടിയെത്തുകയും ചെയ്തു. പടന്ന എടച്ചാക്കൈ കേന്ദ്രീകരിച്ചാണ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. ഹൈ പ്രോട്ടീൻ ലഭിക്കുന്ന ഫെലോക്ക് 18 രുചികളിൽ തേൻ ചേർത്തുള്ള ശുദ്ധമായ പീനട്ട് ബട്ടറാണ് ഉത്തര മലബാറിലെ 4 ജില്ലകളിലും മറ്റ് സംസ്ഥാനങ്ങളിലും വിപണനം നടത്തിവരുന്നത്. ശരീരത്തിന് ഹാനികരമാക്കാത്ത നാട്ടിൽ നിന്നുള്ള ശുദ്ധമായ ഉൽപ്പന്നമെന്ന പ്രത്യേകത ഫെലോക്കിനുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. നുള്ളിപ്പാടി ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്ര ബ്രഹ്മകലശോത്സവത്തിന് സമാപനമായി. 6 ദിവസങ്ങളിലായി നടന്ന ബ്രഹ്മകലശോത്സവത്തിൽ പങ്കെടുക്കുവാൻ നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് എത്തിയത്. രാവിലെ 7:34 മുതൽ 9:37 വരെയുള്ള ശുഭമുഹൂർത്തത്തിൽ അഷ്ടബന്ധ ലേപനം ബ്രഹ്മകലശാഭിഷേകം നടന്നു. എടനീർ മഠാധിപതി ശ്രീ 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 സച്ചിദാനന്ദ ഭാരതി സ്വാമിജിക്ക് പൂർണ്ണകുംഭ സ്വാഗതവും തുടർന്ന് സമാപന സഭയും നടന്നു. ബ്രഹ്മകലശോത്സവ സമിതി അധ്യക്ഷൻ B. വസന്തപൈ അധ്യക്ഷത വഹിച്ചു. എടനീർ മഠാധിപതി സച്ചിദാനന്ദ ഭാരതി സ്വാമിജി ആശീർവചനം നടത്തി. ബ്രഹ്മശ്രീ ഉളിയത്തായ വിഷ്ണു അഷ്ടതന്ത്രി PB അച്ചു, PB തൗസീഫ്, സുധീർ കുമാർ എന്നിവർ സംസാരിച്ചു. ബ്രഹ്മകലശോത്സവ സമിതി സെക്രട്ടറി സുനിൽ KR ചെന്നിക്കര സ്വാഗതവും ജനറൽ സെക്രട്ടറി കൃഷ്ണപ്രസാദ് PS കോട്ടക്കണി നന്ദിയും പറഞ്ഞു. ക്ഷേത്ര വാർഷിക മഹോത്സവത്തിന് വെള്ളിയാഴ്ച രാവിലെ ഗണപതി ഹോമത്തോടെ തുടക്കമാകും. രാത്രി ശ്രീദേവന്റെ ഉത്സവ ബലിയും തുടർന്ന് കട്ടപ്പൂജയോടും കൂടി വാർഷികോത്സവത്തിന് സമാപനമാകും. ನುಳ್ಳಿಪಾಡಿ ಶ್ರೀ ಅಯ್ಯಪ್ಪಸ್ವಾಮಿ ಕ್ಷೇತ್ರ ಇದು ರಾಷ್ಟ್ರಬಂಧ ಬ್ರಹ್ಮಕಲಶೋತ್ಸವ ಕಾರ್ಯಕ್ರಮಾದಿಗಳು 18ನೇ ತಾರೀಕಿಗೆ ಪ್ರಾರಂಭಗೊಂಡು ಇವತ್ತಿನ ದಿನ ಕ್ಷೇತ್ರದ ತಂತ್ರಿಗಳಂತಹ ಉಳಿಯತ್ತ ಶ್ರೀ ವಿಷ್ಣುಹಾಸ್ರ ಇವರ ಕಾರ್ಮಿಕತ್ವದಲ್ಲಿ, ತಾಂತ್ರಿಕತ್ವದಲ್ಲಿ ಪ್ರತಿಷ್ಠೆ ಹಾಗೂ ಬ್ರಹ್ಮಕಲಶೋತ್ಸವಾದಿ ಕಾರ್ಯಕ್ರಮಗಳೊಂದಿಗೆ ಸಂಪನ್ನಗೊಳ್ಳುತ್ತಾಯಿತು. ಉದ್ಘಾಟನಾ ಸಮಾರಂಭದಲ್ಲಿ ಕೂಡ ನಾನು ಬಂದು ಭಾಗವಹಿಸಿದ್ದೆ. ಇವತ್ತು ಬಹಳಷ್ಟು ನಮ್ಮ ಕ್ಷೇತ್ರಗಳು ಇವತ್ತು ಜೀರ್ಣೋದ್ಧಾರಗೊಂಡು ಬ್ರಹ್ಮಕಲಶಾದಿ ಕಾರ್ಯಕ್ರಮಗಳನ್ನು ಕಾಣ್ತಾ ಇದ್ದಾರೆ. ನಾವೆಲ್ಲ ವರ್ಷ ಹೇಳ್ತೇವೆ ಈ ವರ್ಷ ಬಹಳ ಜಾಸ್ತಿ ಇದೆ ಅನ್ನೋದಾಗಿ, ಅದು ಪ್ರತಿ ವರ್ಷ ಕೂಡ ಇಂತಹ ಬ್ರಹ್ಮಕಲಶಾದಿ ಕಾರ್ಯಕ್ರಮಗಳು ಬಹಳಷ್ಟು ನೆರವೇರುವುದನ್ನು ನಾವು ಕಾಣ್ತೇವೆ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഡോക്ടർമാരുടെ ക്ഷാമം. 7 OPകൾ മുടങ്ങി. ഡോക്ടർമാരുടെ അഭാവം മൂലം ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഉച്ചയ്ക്ക് ശേഷമുള്ള OP ഉണ്ടായിരിക്കുന്നതല്ല എന്ന ബോർഡും ആശുപത്രിയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. മലയോര മേഖലകളിൽ നിന്നടക്കം വിദഗ്ധ ചികിത്സ തേടി അതിരാവിലെ ജില്ലാ ആശുപത്രിയിലെത്തും. എന്നാൽ പാവപ്പെട്ട രോഗികളെ വരവേറ്റത് നോ ബോർഡ്. OP ടിക്കറ്റ് കൗണ്ടറിനു മുന്നിൽ പ്രദർശിപ്പിച്ച 16 OPകളുടെ പട്ടികയിൽ 10 OPകൾ S രേഖപ്പെടുത്തിയപ്പോൾ 6 OPകളിൽ നോ കയറി. ഏറ്റവും കൂടുതൽ രോഗികൾ ചികിത്സ തേടിയെത്തുന്ന വിഭാഗമായ ഫിസീഷ്യൻ, പീഡിയാട്രിക്, ENT OPകളും നോ പട്ടികയിൽ ഉൾപ്പെട്ടതോടെ രോഗികൾ തീർത്തും ദുരിതത്തിലായി. ആശുപത്രിയിൽ നിലവിലുണ്ടായിരുന്ന സായാഹ്ന OP വിഷുദിനം മുതൽ ഡോക്ടർമാരുടെ കുറവ് കാരണം നിർത്തലാക്കിയിരിക്കുകയാണ്. ഇതോടെ തിരക്കിലായത് അത്യാഹിത വിഭാഗമാണ്. പനി രോഗികൾ അടക്കം കാഷ്വാലിറ്റിയിൽ ചികിത്സ തേടുന്നതാണ് തിരക്കിന് ഇടയാക്കുന്നത്. ഭയങ്കര ബുദ്ധിമുട്ട്. അതായത് ഇവിടെ OP ടിക്കറ്റ് ഇപ്പോൾ ഇന്നലെ മുതൽ ഉച്ചശേഷമുള്ള OPയുടെ പനിയിൽ ക്ലിനിക്കിൽ നിരോധിച്ചിട്ടുണ്ട്. ഡോക്ടർമാർ നേരെ ഇല്ല. പിന്നെ പണ്ട് കാര്യങ്ങളൊന്നുമില്ലല്ലോ. രോഗികളാണ് എത്ര ദൂരത്തുനിന്ന് വന്നിട്ട് ഇവിടെ നല്ലോണം ബുദ്ധിമുട്ടുന്നു. അവരുടെ വരുമ്പോൾ 10-11 മണിയാണ്. ഇവിടെ OP ടിക്കറ്റ് ഡോക്ടർ ഉണ്ടാകുന്നില്ല. വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളെന്തിനാ പറയേണ്ടത്? കാഷ്വാലിറ്റിയിലും ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്ത സ്ഥിതിയാണ്. 3 ഫിസീഷ്യന്മാരുടെ സേവനം ആവശ്യമുള്ള ആശുപത്രിയിൽ നിലവിൽ 2 ഫിസീഷ്യന്മാരാണുള്ളത്. കഴിഞ്ഞ മാസം വരെ 5 ഓർത്തോ സർജന്മാരുടെ സേവനം ആശുപത്രിയിൽ ലഭിച്ചിരുന്നു. ഇതിൽ ഒരു ഡോക്ടർ സർവീസിൽ നിന്ന് വിരമിക്കുകയും ഒരാൾ സ്ഥലം മാറ്റം കിട്ടി പോവുകയും ചെയ്തതോടെ എല്ലുരോഗ വിഭാഗത്തിലും തിരക്കൊഴിഞ്ഞ നേരമില്ല. സമീപ സർക്കാർ ആശുപത്രികളിൽ താൽക്കാലികമായി വിദഗ്ധ ഡോക്ടർമാരെ നിയമിച്ചാണ് പലപ്പോഴും ചികിത്സാ പ്രതിസന്ധി പരിഹരിക്കുന്നത്. ശസ്ത്രക്രിയ, രാത്രി സേവനം തുടങ്ങിയ ചുമതലകൾ കൂടി ഡോക്ടർമാർക്ക് നിർവഹിക്കേണ്ടതുണ്ട്.
സ്ഥിരമായി നേരിടുന്ന ഡോക്ടർമാരുടെ കുറവിനു പുറമെ സ്ഥലം മാറ്റം കിട്ടിപ്പോയ ഡോക്ടർമാർക്ക് പകരമായി ഡോക്ടർമാർ എത്താത്തതും സർവീസിലുള്ള ഡോക്ടർമാർ ഉന്നത പഠനത്തിനും മറ്റുമായി അവധിയിൽ പോയതുമാണ് ഒപികൾ ചുരുങ്ങാനുള്ള കാരണം. ദിനേശ് താനത്ത്, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഭാസ്കര കുമ്പള രക്തസാക്ഷി ദിനാചരണവും റാലിയും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ് ഉദ്ഘാടനം ചെയ്തു. ഭാസ്കരയുടെ പ്രസ്ഥാനം ഇന്ന് തുളുനാടൻ മണ്ണിൽ ജൈത്രയാത്ര തുടരുകയാണ്. ഈ നാടിന് വേണ്ടി, മനുഷ്യ സാഹോദര്യത്തിന് വേണ്ടി ജീവൻ നൽകിയ അനശ്വര രക്തസാക്ഷി സഖാവ് ഭാസ്കര കുമ്പളയുടെ ഉജ്ജ്വല സ്മരണ പുതുക്കിക്കൊണ്ട് ഇന്ന് വൈകുന്നേരം 3 മണിക്ക് ശാന്തിപ്പള്ള പെട്രോൾ പമ്പ് പരിസരം കേന്ദ്രീകരിച്ച് യുവജന റാലിയും കുമ്പള ടൗണിൽ അനുസ്മരണ സമ്മേളനവും നടക്കും. സാക്ഷിയായി പറയുന്നു, പ്രസ്ഥാനത്തിന് നേരെ വന്ന അയ്യും കെട്ടിയിരിക്കില്ല. ഡിവൈഎഫ്ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും കുമ്പള ബ്ലോക്ക് സെക്രട്ടറിയുമായിരുന്ന ഭാസ്കര കുമ്പളയുടെ 29ാം രക്തസാക്ഷിത്വ വാർഷിക ദിനം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. രാവിലെ കുമ്പള ഷേടിക്കാവിലെ സ്മൃതി മണ്ഡപത്തിൽ അനുസ്മരണയോഗവും പുഷ്പാർച്ചനയുമുണ്ടായി. അനുസ്മരണയോഗം CPIM സംസ്ഥാന കമ്മിറ്റി അംഗം CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട്, പ്രസിഡന്റ് ഷാലു മാത്യു, KR ജയാനന്ദ, VV രമേശൻ, CS സുബൈർ, P രഘുദേവൻ, നസ്രുദ്ദീൻ മലങ്കര, സാദിഖ് ചെറുകോളി, P ശിവപ്രസാദ്, സുഭാഷ് പാടി, P രഞ്ജിത്ത്, വിനയ് കുമാർ ബായാർ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് സെക്രട്ടറി വിശ്വരാജ് സ്വാഗതം പറഞ്ഞു. യൂണിറ്റ് കേന്ദ്രങ്ങളിൽ പ്രഭാതഭേരിയോടുകൂടി പതാക ഉയർത്തി. വൈകിട്ട് കുമ്പള ടൗണിൽ അനുസ്മരണ പൊതുയോഗം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ് ഉദ്ഘാടനം ചെയ്തു. ഭാസ്കര ഇവിടെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും അംഗീകാരമുള്ള നേതാവായി വളർന്നു വരുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും വർഗീയവാദികൾ, RSSന്റെ നരഭോജികൾ ഭാസ്കരയെ അപായപ്പെടുത്താൻ ശ്രമിച്ചുകൂടുന്നില്ല എന്ന ഭയം, ആശങ്ക സഹപ്രവർത്തകർക്കെല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഭാസ്കര കുമ്പളയോടെ കരുതലോടെ വേണം, തനിച്ചും ഇരുചക്ര വാഹനങ്ങളിലുമെല്ലാം യാത്ര ചെയ്യുന്നത് ഒഴിവാക്കണമെന്നെല്ലാം പറയുമ്പോൾ അതെല്ലാം തിരിച്ചു തള്ളിക്കൊണ്ട് വല്ലാത്തൊരാത്മവിശ്വാസം ഭാസ്കര വെച്ചു പുലർത്തിയിരുന്നു. അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു, രാഷ്ട്രീയമായി വ്യത്യസ്ത ചേരിയിൽ നിൽക്കുന്നവരെങ്കിലും ഈ തുളുനാട്ടിൽ ആരും അദ്ദേഹത്തിന് നേരെ ആയുധം ഉയർത്തില്ല എന്ന്. അത് മറ്റൊന്നുകൊണ്ടുമല്ല, വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുമ്പോഴും രാഷ്ട്രീയ കാര്യങ്ങളിൽ കടുത്ത വിയോജിപ്പ് വെച്ചു പുലർത്തുമ്പോഴും വർഗീയതയ്ക്കെതിരെ അതിശക്തമായ നിലപാട് ഭാസ്കരയും ഡിവൈഎഫ്ഐയും സ്വീകരിക്കുമ്പോഴുമെല്ലാം രാഷ്ട്രീയ പ്രതിയോഗികളായിട്ടുള്ളവർ, എതിർചേരിയിൽ അണിനിരന്നിട്ടുള്ളവർ, ഈ നാട്ടിലും പരിസര പ്രദേശങ്ങളിലുമുള്ളവർ. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ഷാലു മാത്യു അധ്യക്ഷത വഹിച്ചു. CPIM ജില്ലാ സെക്രട്ടറി M. രാജഗോപാലൻ, സംസ്ഥാന കമ്മിറ്റി അംഗം CH കുഞ്ഞമ്പു, ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട്, KR ജയാനന്ദ, CS സുബൈർ, KR അനീഷേത്യ, നസ്രുദ്ദീൻ മലങ്കര എന്നിവർ സംസാരിച്ചു. വിശ്വരാജ് സ്വാഗതം പറഞ്ഞു. ശാന്തിപ്പള്ളം കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനത്തിലും നൂറുകണക്കിനാളുകൾ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മാവുങ്കാൽ അജാനൂർ ശ്രീമദ് പരശിവ വിശ്വകർമ്മ ക്ഷേത്രത്തിൽ 79ാം പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് തുടക്കമായി. ഉത്സവത്തിന്റെ ഭാഗമായി മെഗാ തിരുവാതിര എഴുന്നള്ളത്ത്, വിവിധ കലാപരിപാടികൾ നടന്നു. മാവുങ്കാൽ അജാനൂർ ശ്രീമദ് പരശിവ വിശ്വകർമ്മ ക്ഷേത്രത്തിൽ 79ാം പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. ഉത്സവത്തിന്റെ ഭാഗമായി മെഗാ തിരുവാതിര, എഴുന്നള്ളത്ത്, വിവിധ കലാപരിപാടികൾ എന്നിവ നടന്നു. ഉത്സവത്തോടനുബന്ധിച്ച്
കലശപൂജ, നവഗ്രഹ പൂജ, ശിവേലി എഴുന്നള്ളത്ത്, വാദ്യകലയിലെ പരമോന്നത ബഹുമതിയായ ശ്രീ രാജരാജേശ്വര ക്ഷേത്ര കലാരത്ന പുരസ്കാരം നേടിയ നീലേശ്വരം സന്തോഷ് മാരാർക്ക് ആദരവ്, ഭജന, ആറാട്ട് എന്നിവയോടുകൂടിയാണ് ഉത്സവത്തിന് സമാപനമായത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ശ്രീനാരായണ ഗുരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ നീലേശ്വരം പടന്നക്കാട് സഹയാനം സമൂഹ സമ്പർക്ക സഹവാസ ക്യാമ്പിന് തുടക്കമായി. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആർ രോഹിൻരാജ് KAS ഉദ്ഘാടനം നിർവഹിച്ചു. നീലേശ്വരം പടന്നക്കാട് ശ്രീ നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ സഹയാനം സമൂഹ സമ്പർക്ക സഹവാസ ക്യാമ്പിന് തുടക്കമായി. മെയ് 2 വരെയാണ് ക്യാമ്പ് നടക്കുന്നത്. കാഞ്ഞങ്ങാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആർ രോഹിൻരാജ് KAS ഉദ്ഘാടനം നിർവഹിച്ചു. നിങ്ങൾ ഈ ടീച്ചർ ട്രെയിനിങ് വിദ്യാർത്ഥികളാണ്. യഥാർത്ഥം എനിക്ക് വളരെ എനിക്കൊരു ആഗ്രഹം കാണും, ടീച്ചറാവാനാണ്. അതിൻ്റെ മറ്റു പല കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളാണ്. ഉപകാരപ്പെടുത്തില്ലേ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ഉദാഹരണത്തിലൂടെ തോന്നാം. ഇന്നിപ്പം ഞാൻ ഓഫീസിൽ ഇരിക്കുന്നതാണ് ടീച്ചർ പരിപാടി ഓൾറെഡി പറഞ്ഞു ഇന്നവിടെ വരും എന്ന് ഉറപ്പാണ്. 10:30 എൻ്റെ മനസ്സിലുള്ളത്. 10:30 ഇവിടെ എത്തണം. അപ്പോൾ ടീച്ചർ 10 മണിക്ക് 10:05 വിളിച്ചു. ഞാൻ ഓഫീസിൽ കയറിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറയും ടീച്ചറുമായിട്ട് സാറെ വരുന്നില്ലേ, 10 മണിക്കാണല്ലോ പരിപാടി. 10 മണി 10:30 പറയും. അല്ല 10 മണിക്കാണ്. ആണോ, ഓക്കെ, ഞാൻ താമസില്ല 10 മിനിറ്റ് മണിക്കാണോ പറയും. അപ്പോഴത്തേക്ക് എൻ്റെ ഉള്ളിലൊരു ടെൻഷനാണ്. എന്തിനാ ടെൻഷൻ? എനിക്കറിയാം എന്തിനാണ് ടെൻഷൻ. ഞാൻ 10:30 സെറ്റ് ചെയ്തു മനസ്സിൽ. പക്ഷെ ടീച്ചർ പറഞ്ഞ് 10 മണിക്ക് പരിപാടി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പോലും അറിയാതെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറി കൊടുക്കും. ഞാൻ പോയി ഏകദേശം 5 മിനിറ്റ് കൊണ്ട് കയറിയാലും തുടങ്ങി. കൃത്യം 10:30 കാഞ്ഞങ്ങാട് നഗരസഭ വാർഡ് കൌൺസിലർ അബ്ദുള്ള പടന്നക്കാട് അധ്യക്ഷത വഹിച്ചു. SNITE മാനേജർ നീലേശ്വരം KV പ്രസാദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. SNITE നീലേശ്വരം സുരേഷ് കുമാർ CM മൊഡ്യൂൾ അവതരണം നടത്തി. SNITE നീലേശ്വരം പ്രിൻസിപ്പൽ ലത P സ്വാഗതം പറഞ്ഞു. CPV വിനോദ് കുമാർ, U പ്രീതി, ശ്രീജ TV, സിന്ധു KK, അനിത KK എന്നിവർ സംസാരിച്ചു. ക്യാമ്പ് കോർഡിനേറ്റർ സുരേഷ് കുമാർ CM നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഗ്രാമീണ ബാങ്ക് ജീവനക്കാരുടെ സംഘടനാ നേതാവ് ദിലീപ് കുമാർ മുഖർജിയെ അമ്പലത്തറ സ്നേഹവീട്ടിൽ വെച്ച് അനുസ്മരിച്ചു. കേരള ഗ്രാമീൺ ബാങ്ക് റിട്ടയറീസ് ഫോറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അമ്പലത്തറ സ്നേഹവീട്ടിൽ നടത്തിയ അനുസ്മരണ ചടങ്ങ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CP നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമീണ ബാങ്ക് ജീവനക്കാരുടെ സംഘടനാ നേതാവ് ദിലീപ് കുമാർ മുഖർജിയെ അമ്പലത്തറ സ്നേഹവീട്ടിൽ വെച്ച് അനുസ്മരിച്ചു. കേരള ഗ്രാമീൺ ബാങ്ക് റിട്ടയറീസ് ഫോറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അമ്പലത്തറ സ്നേഹവീട്ടിൽ നടത്തിയ അനുസ്മരണ ചടങ്ങ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CP നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 1975 ഗ്രാമീണ ബാങ്കുകൾ വന്നത്. ഞങ്ങളെല്ലാം ഗ്രാമീണ ബാങ്കിൽ ജോലിക്കാരായിട്ട് അന്ന് കയറിയ ആൾക്കാരാണ് ഇപ്പോൾ ഈ വിരമിച്ചിട്ട് ഇവിടെ ഉള്ളത്. അന്ന് ഞങ്ങൾ വലിയ ചൂഷണത്തിന് വിധേയരായിട്ടുള്ള ആൾക്കാരാണ്. ബാങ്കിൻ്റെ ജോലി ചെയ്യുക, തുച്ഛമായ ശമ്പളം കൊടുക്കുക, ഒരു തരത്തിലുള്ള സേവന വേതന വ്യവസ്ഥയില്ല, ലീവ് ഉണ്ടാവില്ല, അതുപോലെയുള്ള മറ്റുള്ള ഒന്നും ആനുകൂല്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഗ്രാമീണ ബാങ്ക് ജീവനക്കാർക്ക് ഇന്ന് എല്ലാ ആനുകൂല്യങ്ങളും ഇന്ന് നമ്മൾ അനുഭവിക്കുകയാണ്. ഇതിന് കാരണക്കാരനായ നമ്മുടെ പ്രിയപ്പെട്ട നേതാവാണ് ദിലീപ് കുമാർ മുഖർജി. അദ്ദേഹം 1976 ഗ്രാമീണ ബാങ്ക് വന്നു, 94 വിരമിച്ചു. പക്ഷേ 2013 വരെ ഗ്രാമീണ ബാങ്കിലെ ജീവനക്കാരുടെ ഈ ചൂഷണത്തിന് എതിരായിട്ടുള്ള പോരാട്ടം നടത്തി. ആ പോരാട്ടത്തിൽ ഒരു പരിധി വിജയം കണ്ടെത്തിയതിന് ശേഷമാണ് അദ്ദേഹം അന്തരിക്കുന്നത്. ഒരുപാട് നിരന്തരമായ യാത്രകളിലൂടെ കാശ്മീരം മുതൽ കന്യാകുമാരി വരെയുള്ള മുഴുവൻ ജീവനക്കാരെയും വ്യത്യസ്ത തരത്തിലുള്ളവരാണ്. കേരളത്തിലേത് വേറെ നമുക്കറിയാമല്ലോ. വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ തരത്തിലുള്ള ജീവിത രീതികൾ, വിവിധ മതങ്ങൾ, വിവിധ അഭിപ്രായങ്ങൾ, വിവിധ രീതിയിലുള്ള സാഹചര്യങ്ങൾ, ഇതിലൊക്കെ ജീവിച്ചു വന്നവരെ
KGBRF ജില്ലാ പ്രസിഡന്റ് എ കരുണാകരൻ നായർ അധ്യക്ഷത വഹിച്ചു. KP രാഘവൻ നമ്പ്യാർ, K മാധവൻ, ഭാരതി, M ദാമോദരൻ, A വിജയൻ നായർ, മുനീസ അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം P അപ്പക്കുഞ്ഞി സ്വാഗതവും ജില്ലാ സെക്രട്ടറി വി രാഘവൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മലയാറ്റുകര കരിങ്കൽ ക്വാറി അടപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന സത്യാഗ്രഹ സമരത്തിന്റെ 16ാം ദിവസം എണ്ണപ്പാറ യൂത്ത് ഫൈറ്റേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രവർത്തകരും എണ്ണപ്പാറ നന്മ കുടുംബശ്രീ പ്രവർത്തകരും സത്യാഗ്രഹമിരുന്നു. ജനകീയ സമിതി ചെയർമാൻ മധു നർക്കല അധ്യക്ഷത വഹിച്ചു. ജനങ്ങൾക്കും പരിസ്ഥിതിക്കും ദോഷകരമാവുമെന്ന സാമാന്യ ബോധ്യമുള്ള ഏതൊരാൾക്കും മനസ്സിലാവുന്ന ജനവാസ മേഖലയിലെ കരിങ്കൽ ക്വാറിക്ക് നൽകിയ അനുമതി എത്രയും പെട്ടെന്ന് റദ്ദു ചെയ്യാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവണമെന്ന് എണ്ണപ്പാറ യൂത്ത് ഫൈറ്റേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ആവശ്യപ്പെട്ടു. മലയാറ്റുകര കരിങ്കൽ ക്വാറി പൂട്ടിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന സത്യാഗ്രഹ സമരത്തിന്റെ 16ാം ദിവസം ക്ലബ് പ്രവർത്തകരും എണ്ണപ്പാറ നന്മ കുടുംബശ്രീ പ്രവർത്തകരും സത്യാഗ്രഹമിരുന്നു. അവകാശസമരം സിന്ദാബാദ്. മലയാറ്റുകര കരിങ്കൽ ക്വാറി നിർത്തലാക്കുക. മലയാറ്റുകര കരിങ്കൽ ക്വാറി നിർത്തലാക്കുക. ജനങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കുക. കുടിവെള്ളം മുട്ടിച്ചിട്ട് മലിനജലം കുടിപ്പിച്ചിട്ട് ഞങ്ങളുടെ വീട് തകർത്തിട്ട് തലമുറയെ തന്നെ നശിപ്പിച്ചിട്ട്. ജനകീയ സമിതി ചെയർമാൻ മധു നർക്കല അധ്യക്ഷത വഹിച്ചു. വിജി വർഗീസ്, VK രാജൻ, A അമ്പു, MD രാജൻ, പ്രിയേഷ് കുമാർ, C സതീശൻ, VV ബിജു, സരിത മനോജ്, ജാനകി കണ്ണൻ, സവിത ഷിജു, ഗീത മലയാറ്റുകര, A രാജേഷ്, വെള്ളച്ചി ചൂരപ്പടവ്, വാസന്തി രാജൻ, AV ചന്ദ്രൻ, കരുണാകരൻ മലയാറ്റുകര, രാധ, ആതിര രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് 17-കാരനെ 36-കാരി പീഡിപ്പിച്ചതായി പരാതി. രാജപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം. കാസർഗോഡ് കുമ്പള കൃഷ്ണനഗറിൽ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ് 6 പ്രതികൾ കൂടി കീഴടങ്ങി. വികസനത്തിന്റെ പേരിൽ മഞ്ചേശ്വരം മാട കോളകെ പ്രദേശവാസികളുടെ അടിസ്ഥാനാവകാശങ്ങൾ പോലും നിഷേധിക്കുന്ന അവസ്ഥ. കുടിവെള്ളമില്ലാതെ ഈ പ്രദേശത്തെ കുടുംബങ്ങൾ കഴിഞ്ഞ 4 വർഷമായി ദുരിതമനുഭവിക്കുന്നു. ജീവൻ തുടിക്കുന്ന ദൃശ്യങ്ങൾ ക്യാൻവാസിൽ പകർത്തി ചിത്രരചനയിൽ വിസ്മയം തീർത്ത് 8 വയസ്സുകാരി ഐഷിൻ ഫാത്തിമ കുരിക്കൽ. അതിമനോഹരങ്ങളായ 48ഓളം ചിത്രങ്ങളാണ് ഈ കൊച്ചുമിടുക്കി ഇതിനകം വരച്ചത്. ദേശീയപാത വികസനത്തിന്റെ പേരിൽ മോട്ടോർ മേഖലയിലെ തൊഴിലാളികളെയും പൊതുജനങ്ങളെയും ബുദ്ധിമുട്ടിക്കുന്ന രീതി അധികൃതർ അവസാനിപ്പിക്കണമെന്ന് ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ യൂണിയൻ BMS ജില്ലാ സെക്രട്ടറി KV ബാബു ഉദ്ഘാടനം ചെയ്തു. പ്രവാസികളുടെ ആശങ്കയകറ്റാൻ സർക്കാരുകൾ ഇടപെടണമെന്ന് KNM. കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലം സംയുക്ത സംഘടനാ ശില്പശാല സംഘടിപ്പിച്ചു. മെഡിസെപ്പിന്റെ പേരിലെ പകൽക്കൊള്ള അവസാനിപ്പിക്കണമെന്ന് കേരള NGO അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി AP സുനിൽ. കേരള NGO അസോസിയേഷൻ കാസർഗോഡ് സിവിൽ സ്റ്റേഷൻ ബ്രാഞ്ച് സമ്മേളനം നടന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.